ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടൈസിലേക്ക് സ്വാഗതം. ഇന്നേ ഞാൻ നിങ്ങളെ ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് ചെടികൾ കാണിക്കുക. ഇത് എന്ത് ഫ്രൂട്ട്സ് ആണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഇത് ഓറഞ്ചാണെന്നും പറഞ്ഞാൽ തന്നത്, പക്ഷേ ഓറഞ്ചല്ല. എന്താണെന്ന് അറിയത്തില്ല. ഭയങ്കര പുളിയാണ്. നാരങ്ങയോ അല്ല, ഭയങ്കര പുളിയാണ്. ഓറഞ്ചും അല്ല. ഓറഞ്ചാണെന്ന് ആണ് പറഞ്ഞത്, പക്ഷേ എന്താണെന്നുള്ളത്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ ആരെങ്കിലും. ഒത്തിരി ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പ്രയോജനം എന്താണെന്ന് അറിയത്തില്ല. കണ്ടോ? ഇത് ഞങ്ങളുടെ കുറച്ച് റോസ ചെടിയാണ്. ബൊഗെയിൻവില്ലകൾ പല കളറുകളിൽ. ഇത് നിങ്ങളെ കുറച്ച് ചെടികൾ കാണിക്കാമെന്ന് ഓർത്തു. ഇതുപോലെ പൂക്കളും ഫ്രൂട്ട്സും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ബൊഗെയിൻവില്ലയുടെ പല കളറുകളാണ്. വേറൊരു കളറ്, വൈറ്റ് കളറ്. ഇത് റെഡ് കളറ്. ഉണ്ടാകാൻ തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളുടെ ശരിക്കും നല്ല ചൂട് വരുമ്പോഴാണല്ലോ ബൊഗെയിൻവില്ലയൊക്കെ പൂക്കാൻ തുടങ്ങുന്നത്. റെഡ് നല്ല ഭംഗിയാണ് കാണാനല്ലേ, നന്നായിട്ട്. പക്ഷേ മഴക്കാലത്ത് ഇത് വെറുതെ ഇങ്ങനെ നിൽക്കും. അതാണ് പൂവിടാതെ. ചൂട് തുടങ്ങുമ്പോഴാണ് അതിലെ പൂക്കളൊക്കെ വിരിഞ്ഞ് വളരെ ഭംഗിയായിട്ട് വരുന്നത്. ഇത് വേറൊരു ഇനത്തിൽപ്പെട്ട ബൊഗെയിൻവില്ലയാണ്. ഇത് ക്രോട്ടൺ ചെടിയാണ്. ഇത് വേറൊരു കട്ട പോലത്തെ അടുക്കടുക്ക് പൂക്കളുണ്ടാകുന്ന ഒരു ടൈപ്പിലുള്ള ബൊഗെയിൻവില്ലയാണ്. ഇത് വേറൊരു ക്രോട്ടൺ ചെടിയാണ്. ഇത് വൈറ്റ് ബൊഗെയിൻവില്ല. നേരത്തെ കാണിച്ചതുപോലെ തന്നെയുള്ളൊരു ക്രോട്ടൺ ചെടിയാണ്. ഇതൊരു മാവാണ്, ചെറിയൊരു മാവാണ്. ചെറിയ മാവാണ്, പൂത്തിട്ടുണ്ട്. ഇത് കിട്ടുമോയെന്ന് അറിയത്തില്ല. ഇത് ബൊഗെയിൻവില്ല. ഇത് ക്രോട്ടൺ ചെടികളാണ്. ചൈനീസ് ക്രോട്ടൺ എന്നാണ് മറ്റേതിൻ്റെ പേര്, ചൈനീസ് ക്രോട്ടൺ. ഇത് മണിപ്ലാന്റ് വെച്ച് വലുതായി വരുന്നതാണിത്. ചുറ്റി കൊടുത്തിരിക്കുകയാണിത്. സിസി പ്ലാന്റ് അതിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. വേറൊരു ചെടിയാണ്. ഇത് മുല്ലയാണ്. മുല്ല അങ്ങനെ ചുറ്റിക്കൊടുത്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. ചെത്തി ഇനത്തിൽപ്പെട്ടതാണ്. യൂഫോർബിയയുടെ ഒത്തിരി ഉണ്ടായിരുന്നു. യൂഫോർബിയ ഓക്കെ, ബൈ.